സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ മൂന്നാം മോദി സർക്കാരിന് ജെ.പി. നദ്ദയുടെ വസതിയിൽ അത്താഴ സൽക്കാരം. വിരുന്നിൽ പങ്കെടുക്കാനായി മന്ത്രിമാർ ഓരോരുത്തരായി നദ്ദയുടെ വസതിയിലേക്ക് എത്തിച്ചേരുകയാണ്. അർജുൻ പീതാംബരൻ തത്സമയം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, വലിയ ആഘോഷവും ആവേശവും ഒപ്പം തന്നെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു സമയം കൂടിയാണ്. വീണ്ടും ഒരു മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ അത്താഴ സൽക്കാരം നടക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ പറയും. അക്ഷയ, നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അത്താഴ സൽക്കാരം ആരംഭിച്ചിട്ടില്ല. നേതാക്കൾ ഓരോരുത്തരെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ മോത്തിലാൽ നെഹ്റു മാർഗിലെ ഈ 7A എന്ന് പറയുന്ന ജെ.പി. നദ്ദയുടെ വസതി, ഇവിടേക്കാണ് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാരടക്കം അല്പനേരം മുൻപ് മനോഹർലാൽ ഖട്ടർ സത്യപ്രതിജ്ഞ ചെയ്ത് ഈ വസതിയിലേക്ക് എത്തിയിരുന്നു. അതടക്കം എം.പിമാരെല്ലാവരും തന്നെ മന്ത്രിമാർ ഓരോരുത്തരായും വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നേരത്തെ ഗൗരവമേറിയിട്ടുള്ള ചർച്ചകളും സത്യപ്രതിജ്ഞയും എല്ലാം തന്നെയാണെങ്കിൽ ഇനി അല്പനേരം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അതിൽ തന്നെ പീയൂഷ് ഗോയൽ വസതിക്കകത്തേക്ക്, ജെ.പി. നദ്ദയുടെ വസതിക്കകത്തേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത ഓരോ ക്യാബിനറ്റ് മന്ത്രിമാരും ഓരോ സഹമന്ത്രിമാരും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പ്രതികരണം അടക്കം നമ്മൾ തേടുന്നതായിരിക്കും. ലഭിക്കുമെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്നും തന്നെ ലഭ്യമാകുമെന്നുള്ള കാര്യം കൂടി കരുതുന്നുണ്ട്. ഈ ഭക്ഷണത്തിന്, അതായത് വലിയ രീതിയിലുള്ള വിഭവങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത്. കാരണം ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ അങ്ങനെ വേർതിരിവില്ലാതെ എല്ലായിടത്തു നിന്നും മന്ത്രിമാരെത്തുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി വലിയ ഒരു വിഭവം തന്നെ, ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു അത്താഴ വിരുന്ന് തന്നെയാണ് നിലവിൽ ജെ.പി. നദ്ദയുടെ വസതിയിൽ ഒരുക്കിയിട്ടുള്ളത്. രാജസ്ഥാനിലെ പച്ചക്കറികൾ കൊണ്ടുള്ള കിച്ചടി ഉൾപ്പെടെ, ഹൈദരാബാദിലെ ദം ബിരിയാണി ഉൾപ്പെടെ, അങ്ങനെ വേനലിനെ അടക്കം തരണം ചെയ്യാൻ വേണ്ടി ഡെസേർട്ടുകൾ, ഐസ്ക്രീം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടന്ന, അല്ലെങ്കിൽ ഭാവി ഇന്ത്യയുടെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുമെന്നുള്ള കാര്യമടക്കം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇടമാണ്, ഒരു പ്രദേശമാണ്, വസതിയാണ് ഈ ജെ.പി. നദ്ദയുടെ വസതി എന്ന് പറയുന്നത്. കേന്ദ്രമന്ത്രിയെ ഇപ്പോൾ അധികാരമേറ്റു മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത് എങ്ങനെയൊക്കെ മന്ത്രിസഭ രൂപീകരിക്കാം, സഖ്യകക്ഷികൾക്ക് എത്രയൊക്കെ സീറ്റ്, എങ്ങനെയൊക്കെ ക്യാബിനറ്റ് മന്ത്രിസഭ ഈ TDS-നെയും JDU എല്ലാം തന്നെ ഉൾപ്പെടുത്താമെന്നുള്ള കാര്യങ്ങളടക്കം ചർച്ച ചെയ്ത ആ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തെത്തുന്ന ഇടമായിട്ടുള്ള വീടാണ്. ആ വീട്ടിൽ ഇപ്പോൾ ജെ.പി. നദ്ദയുടെ വീട്ടിൽ എല്ലാവർക്കും അത്താഴ വിരുന്ന് ഒരുക്കുകയാണ്. അത്താഴ വിരുന്ന് ഒരുക്കുന്നു. നേതാക്കളൊക്കെ എത്തിയിരിക്കുന്നു. ഇത്രയും നേരം രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. അവിടെ മസിൽ പിടിച്ചിരുന്ന് ആ തരത്തിലാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വിരുന്നു ചടങ്ങിലേക്ക് കടക്കുകയാണ് എല്ലാവരും. അർജുൻ പീതാംബരൻ തത്സമയം വിവരങ്ങൾ നൽകിയത്.